ചേട്ടാ നാളത്തെ ഇന്ന് ഓഫീസിലെ അനുഷയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ നൈസായിട്ട് പാക്ക് ചെയ്തെടുത്ത. നീ ഇങ്ങനെ എക്സ്ട്രാ പീസൊക്കെ പാക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവർ നിന്നെ പറ്റി എന്ത് വിചാരിക്കുക? എക്സ്ട്രാ പീസാ? ഇതെനിക്ക് കിട്ടിയ പീസാ. നീ ഇത്ര ആളെ എനിക്ക് കൊണ്ടുവന്ന് തന്നത് നിനക്ക് കിട്ടിയത്? ആ എനിക്ക് വേണ്ട. കഴിക്ക്. ഒരു നമ്പറിനോ നിനക്ക് ഈ ലോട്ടറി എടുത്ത കാശുണ്ടായിരുന്നു നീ സ്വന്തമായിട്ടൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാറുന്നില്ല? 5330 രൂപ എന്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ? നീ ഇതൊക്കെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. കാശ് കിട്ടുമ്പോൾ എനിക്ക് ധാരാളമല്ലോ. നിന്നോട് ഞാൻ കാശ് വെച്ചോ? എന്തായി മ്യൂസിക് ഡയറക്ടറെ കാണാൻ പോയിട്ട്? പുള്ളി ഇന്നലെ രാത്രി വരെ കൊച്ചിയിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വിളിച്ച പുള്ളി എയർപോർട്ടിലേക്കാണ് ചെന്നൈ പോയത്. ഭാഗ്യമില്ല അത്. അത് നിനക്ക് ഇത്രയും ലോട്ടറി എടുത്തിട്ട് അടിക്കാതെ ഇപ്പം മനസ്സിലായില്ലേ? എടാ പൊട്ട, നീ നല്ല അടിപൊളിയായിട്ട് പാട്ടുണ്ടാക്കും ഇല്ലേ? അപ്പം അതിൽ വിശ്വസിക്കുക. അല്ലാതെ ചുമ്മാ ലോട്ടറി അടിക്കണത് മാത്രമാണ് ലൈഫിലെ ഭാഗ്യം എന്ന് വിചാരിച്ചിരിക്കുകയല്ല വേണ്ടത്. നീ എന്നോട് എപ്പോഴും ചോദിക്കാറില്ലേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്? ഞാൻ എന്താ പറയാറ്? പറഞ്ഞ നടക്കൂല, അതാണ് പറയാറുള്ളത്. എന്നാ ഇപ്പം പറയട്ടെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്നെ വലിയൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് കാണണമെന്ന്. അത് നീ ആവും. കൂടുതലൊന്നും വേണ്ട. എനിക്കുള്ള കോൺഫിഡൻസിൻ്റെ ഒരു പകുതി നിനക്കുണ്ടായിരുന്നു. നീ ആയിരിക്കും. ഓക്കെ? അപ്പം ഞാൻ ഈ ചായയുടെ കാശ് കൊടുത്തിട്ട് വരാം. ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ ലോട്ടറി അടിക്കുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഭാഗ്യമില്ലാത്ത എനിക്കടിച്ച ലോട്ടറി, അതാണ്